മലപ്പുറം ആദവനാട് ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർണായക യോഗം ചേർന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി മേഖലയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും ട്രാഫിക് പരാതികൾക്കും അടിയന്തര പരിഹാരം കാണുന്നതിനായാണ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. ദേശീയപാതയിലെ ടോൾ ഒഴിവാക്കാൻ, വലിയ വാഹനങ്ങൾ ഗ്രാമീണ റോഡുകളിലൂടെ കടന്നുപോകുന്നത് തടയാൻ കർശന നിയന്ത്രണ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് മേലധികാരികളോട് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതിന്റെ ഭാഗമായി പട്ടർക്കല്ല് വെട്ടിച്ചിറ റോഡിൽ സ്കൂൾ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും നിലവിൽ സർവീസ് റോഡുകൾ താൽക്കാലികമായി 2-വേ സംവിധാനത്തിലായതും ബന്ധപ്പെട്ട യാത്രക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാനും സമീപവാസികൾക്കും സ്കൂൾ ബസ്സുകൾക്കും ടോൾ ഇളവ് ലഭ്യമാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. പുത്തനത്താണി ബസ് സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളും നിർബന്ധമായി കയറണമെന്നും യോഗം നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി. വെട്ടിച്ചിറയിലെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട പരാതികളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും ചുങ്കം ഭാഗത്തെ സർവീസ് റോഡിലെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം ഉടൻ കാണണമെന്നും യോഗത്തിൽ അറിയിപ്പുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ പോലീസ് ഓഫീസർമാർ, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ, NHI അതോറിറ്റി ഉദ്യോഗസ്ഥർ, ഓട്ടോ ബസ് തൊഴിലാളി പ്രതിനിധികൾ, വാർഡ് ബ്ലോക്ക് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി, ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.